വീണ്ടും നടന്നു. ഒടുവിൽ ഈ സരയൂ നദി ഗംഗാ നദിയിൽ ചേരുന്ന ഒരു ഭാഗം അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ആശ്രമം ഒക്കെ കണ്ടു. ആശ്രമവാസികളെയൊക്കെ കണ്ടു. അവരുടെയൊക്കെ സ്നേഹാന്വേഷണങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് അവിടെ നിന്നു. രാമനെക്കുറിച്ച് പറഞ്ഞു, ഘോരമായ രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗംഗാ നദി കടക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന മുനികുമാരന്മാരുടെ, ആ ആശ്രമത്തിലെ മുനികുമാരന്മാരുടെ സഹായത്തോടു കൂടി ഗംഗാ നദി കടക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അവർ വഞ്ചിയൊക്കെ കൊടുത്തു. അങ്ങനെ അപ്പോൾ ഗംഗാ നദിയുടെ മധ്യഭാഗത്തൊക്കെ ചെന്നപ്പോൾ ഈ വിശാലമായ ഗംഗാ നദി കണ്ടിട്ട് ഇവർക്ക് അത്ഭുതം വരുന്നുണ്ട്. അപ്പോൾ ഗംഗാനദിയുടെ ആ ഭാഗത്തുള്ള ഒരു സരസിനെ കുറിച്ചൊക്കെ രാമായണത്തിൽ പറയുന്നുണ്ട്. മാനസ സരസ് എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് ഉണ്ടാക്കിയതാണ്. മനസ്സിൽ ചിന്തിച്ചിട്ട് ഗംഗാനദിയോടനുബന്ധിച്ചുണ്ടാക്കിയതാണ് മാനസ സരസ്. ഗംഗാനദി ഉത്ഭവിക്കാൻ അല്ലെങ്കിൽ അതിൽ വന്നു ചേരുന്നത് മാനസ സരസിലാണെന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയുന്നു. അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച്, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ രാമനും ലക്ഷ്മണനും ഗംഗാ നദിയെക്കുറിച്ച് ചില സംശയങ്ങൾ, ഗംഗയുടെ ഈ പരപ്പ്, ആഴം, ഇത്ര വിശാലത, ഭൂമിയെ മുഴുവൻ ഇങ്ങനെ പവിത്രമാക്കി പോകുന്ന ഈ ഗംഗാ നദിയെക്കുറിച്ച് രാമൻ വസിഷ്ഠനോട് ചോദിക്കുന്നു. ഗംഗാ നദിയുടെ ഉത്ഭവത്തെക്കുറിച്ച്, ഗംഗാ നദി സ്വർഗത്തിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ് ഭൂമിയിൽ വന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. അപ്പോൾ വിശ്വാമിത്രൻ വളരെ സന്തോഷത്തോടെ ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് ഗംഗ മന്ദാകിനി എന്ന പേരിൽ സ്വർഗത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിമവാന്റെ 2 പുത്രിമാർ, മേനക എന്ന് പറയുന്ന ഭാര്യയിൽ, ഹിമവാനെ അറിയാലോ, പർവ്വത ശ്രേഷ്ഠനാണ്. അപ്പോൾ ഹിമവാന്റെ 2 പുത്രിമാരുണ്ട്. മേന എന്ന് പറയുന്ന രാജ്ഞിയിൽ ഉണ്ടാകുന്ന 2 പുത്രിമാർ. മൂത്തത് ഗംഗയാണ്, രണ്ടാമത്തത് സതിയാണ്, സതി പാർവതി. ഗംഗാദേവിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം സ്വർഗത്തിൽ ഈ പവിത്രമായ ഗംഗയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. ദേവന്മാരൊക്കെ കൂടെ വന്നിട്ട് കൊണ്ടുപോകണം. അപ്പോൾ സ്വർഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാസം, ഈ ഗംഗയുടെ വാസം. സ്വർഗത്തിൽ വിഷ്ണുവിൻ്റെ പാദത്തിലൂടെ ഗംഗാദേവി സഞ്ചരിക്കാറുണ്ട്, പാദത്തെ കഴുകിക്കൊണ്ട് സഞ്ചരിക്കാറുണ്ട്. അതേപോലെ ബ്രഹ്മലോകത്തിലൂടെ സഞ്ചരിക്കാറുണ്ട്, ഇന്ദ്രലോകത്തിലൂടെ സഞ്ചരിക്കുക. അതിൻ്റെ ത്രിപദ എന്നൊരു പേരുണ്ട്. ഇങ്ങനെ 3 ലോകങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നവർ. അപ്പോൾ രണ്ടാമത്തെ ആളെ പരമശിവനെ തപസ് ചെയ്ത് പാർവതി വിവാഹം കഴിച്ചു പോയി. ഇങ്ങനെയാണ്. ഇപ്പം ഈ മന്ദാകിനി എന്ന പേരിൽ സ്വർഗത്തിൽ വാണിരുന്ന ഗംഗയെക്കുറിച്ച് പറഞ്ഞിട്ട് സാഗരൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് വർണ്ണിക്കുന്നു. സാഗരൻ എന്ന് പറയുന്ന രാജാവ് ഇക്ഷാകു വംശത്തിൽ തന്നെ ഈ പറയുന്ന രാമന്റെ പൂർവികനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. ഒരാളുടെ പേര് കേശിനി, പിന്നെ ഒരാളുടെ പേര് സുമതി എന്നാണ്. അപ്പോൾ ഇവർക്ക് പക്ഷേ ഇതേപോലെ തന്നെ കുട്ടികൾ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് അവർ വളരെ പ്രാർത്ഥനകളും ഒക്കെ ചെയ്തിങ്ങനെ താമസിക്കുകയാണ്. അങ്ങനെ ഈ ഹിമാലയത്തിൻ്റെ താഴ്വാരത്ത് ചെന്ന് തപസ് പോലെ ഇവർ 3 പേരൂടെ കഴിയുന്ന ഒരു കാലം. ആ സമയത്ത് ഭൃഗു മഹർഷി അവിടെ എത്തിയിട്ട് ഇവരുടെ വിഷമങ്ങളൊക്കെ അറിഞ്ഞ് വരം കൊടുത്തു. നിങ്ങൾക്ക് ഒരു ഭാര്യയിൽ 1 പുത്രനും അടുത്ത ഒരു ഭാര്യയിൽ 64,000 പുത്രന്മാരുണ്ട്. അപ്പോൾ അത് ഒരു പുത്രൻ, അതങ്ങനെയാണ് വിധി. 1 പുത്രനെ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ, മറ്റേ ആൾക്ക് 64,000 പുത്രനുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാം ആർക്ക് വേണം 1 പുത്രൻ, ആർക്ക് വേണം 64,000 പുത്രൻ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ കേശിനി എന്ന് പറയുന്ന മൂത്ത ആൾ പറഞ്ഞു എനിക്ക് 1 പുത്രൻ മതി, മറ്റേ സുമതിക്ക് 64,000 പുത്രന്മാർ. അങ്ങനെ ഇവർ സന്തോഷത്തോടെ തിരിച്ചുപോയി. നിയമം അനുസരിച്ച് തന്നെ 1 പുത്രനും മറ്റേക്ക് 64,000 പുത്രന്മാരുണ്ട്. അപ്പോൾ സാഗരപുത്രന്മാരെന്ന് പറഞ്ഞ് 64,000. ഈ ആദ്യത്തെ ആള് വളരെ ക്രൂരനും ഒക്കെ ആയിട്ട് കുട്ടിക്കാലം മുതലേ വളരെ ക്രൂരനായി കാണപ്പെട്ടു. മഞ്ജുദാസൻ എന്നൊരു പേര് അവിടെ അയാളെ കുറിച്ച് പറയുന്നുണ്ട്. ചെറിയ കുട്ടികളെയൊക്കെ എടുത്തിട്ട് സരയൂ നദിയിൽ എറിഞ്ഞിട്ട് അതിൽ കിടന്ന് പിടയ്ക്കുന്നത് കാണുമ്പോൾ ആഹ്ലാദിച്ചിരുന്നു എന്നാണ് പറയുക. അങ്ങനെ ക്രൂരതയുടെ നിറകുടമായിട്ടുള്ള ഒരു പുത്രൻ. ഇയാളെ കൊണ്ട് സഹിക്കാൻ വയ്യത ഈ സാഗരന്. അവസാനം ജനങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് പരാതി പറഞ്ഞു. എല്ലാ ദിവസവും ഇയാളെ കൊണ്ട് സഹിക്കാൻ വയ്യ, ഒന്നാമത് രാജകുമാരനല്ലേ, ഇയാളെ കൊണ്ട് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് പ്രജകൾ ഒന്ന് പരാതി പറഞ്ഞു. സാഗരൻ അദ്ദേഹത്തിൻ്റെ ആ രാജാവെന്നുള്ള നിലയിൽ പ്രജകളോടുള്ള വാത്സല്യം കൊണ്ട് ഈ മഞ്ജുദാസിനെ കൊണ്ടുപോയി നാടുകൾ. പക്ഷെ അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായിരുന്നു. പുത്രൻ്റെ പേര് അംശു. അദ്ദേഹം അച്ഛനെ പോലെ ആയിരുന്നില്ല, വളരെ കീർത്തിമാനും പ്രജകളോട് സ്നേഹമുള്ള ആളുമൊക്കെ ആയിരുന്നു. ഈ അംശുമാനാണ് പിന്നീട് ഈ ഇവരുടെ
അടുത്ത തലമുറയെ നിലനിർത്തിക്കൊണ്ടുപോയത്. അടുത്ത ആൾക്ക് പറഞ്ഞല്ലോ 64,000 പേരുണ്ട്. അവരും ഈ അംഗബലം കൊണ്ടും ആൾക്കൂട്ടം കൊണ്ടും അവർ അഹങ്കാരികളായിരുന്നു. പക്ഷെ വലിയ ശല്യമില്ലാത്ത രീതിയിൽ നിന്നിരുന്നു. അവര് വലിയ ഉപദ്രവങ്ങൾ, എന്നാലും അഹങ്കാരികളായിരുന്നു. ഇത്രയും അനിയൻ ചേട്ടന്മാർ ഇത്രയും പേരുള്ളതിന്റെ അഹങ്കാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ സാഗരൻ അശ്വമേധ യാഗം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ പഴയ കാലത്ത് കീർത്തിമാന്മാരായ രാജാക്കന്മാരൊക്കെ ചെയ്യുന്നത് പോലെ സാഗരനും അശ്വമേധ യാഗം നടത്താനായിട്ട് തീരുമാനിച്ചു. അംശുമാനെ അതിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. കാരണം അദ്ദേഹം കുറച്ച് പണ്ഡിതനും കാര്യങ്ങൾ ഗ്രാഹ്യമുള്ള ആളുമായിരുന്നു. അങ്ങനെ അശ്വമേധ യാഗത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ ഹിമാലയത്തിന്റെയും വിന്ധ്യാചലത്തിന്റെയും ഇടയ്ക്കുള്ള ഭാരതവർഷമെന്ന് രാമായണത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭാരതവർഷ പ്രദേശം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മഹായാഗ സ്ഥലം ഒരുക്കിയെന്ന് പറയും. അങ്ങനെ യാഗസ്ഥലമൊക്കെ ഒരുക്കി യാഗം തുടങ്ങി. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുതിരയെ എന്ത് ചെയ്യും, എല്ലാ സ്ഥലത്തേക്കും വിടും. ദ്രവ്യങ്ങളൊക്കെ സമാഹരിക്കും. കുതിരയുടെ കൂടെ പോകുന്ന ഭടന്മാര് അതാത് സ്ഥലങ്ങളിൽ നിന്ന് യാഗത്തിന് വേണ്ട ദ്രവ്യങ്ങൾ സമാഹരിക്കും. കുതിര ദിഗ്വിജയം നടത്തി തിരിച്ചു വരുമ്പോഴാണ് യാഗം പൂർത്തിയാകും. അങ്ങനെയാണ്. എന്തായാലും അങ്ങനെ പോയി. അപ്പൊ പൊതുവെ യാഗം നടത്തുന്നതിന് എതിർപ്പുള്ള ഒരാളുണ്ട്. അറിയാമോ ആരാണെന്ന്? അശ്വമേധം പോലെയുള്ള യാഗം നടത്തുന്നതിനെ എതിർക്കുന്ന ഒരാൾ പണ്ട് മുതലേ ഉണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട്. ആരാണെന്ന് അറിയാമോ? ഇന്ദ്രനാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ദ്ര പദവിക്ക് തുല്യമാവും അശ്വമേധം നടത്തുന്ന ആൾ. സ്വാഭാവികമായിട്ട് ഇന്ദ്രനായിട്ടിരിക്കുന്ന ഒരാൾക്ക് എനിക്ക് തുല്യനായിട്ട് വേറെ ആളാവുന്ന ഇഷ്ടപ്പെടില്ലല്ലോ. അതാണ്. ഇന്ദ്രനെ കുറിച്ച് നമുക്ക് ഇന്ദ്രൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അപ്പൊ ഇന്ദ്രൻ ഈ സാഗരൻ അശ്വമേധം പൂർത്തിയാക്കരുതെന്ന് വിചാരിച്ചിട്ട് മായാശക്തി കൊണ്ട് ഈ കുതിരയെ പിടിച്ചോണ്ട് പോയിട്ട് എവിടെങ്കിലുമൊക്കെ കൊണ്ട് വെച്ചാൽ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് പാതാളത്തിൽ പോയിട്ട് ഒരു ഗുഹയിൽ കൊണ്ട് കെട്ടി ഒളിച്ചു വെച്ചു. ആ ഗുഹയിൽ ഒരാൾ തപസ് ചെയ്യുന്നു. അത് പിന്നെ പറയാം. അപ്പൊ അങ്ങനെ കുതിരയെ കിട്ടാഞ്ഞു വലഞ്ഞു. ഋത്വികളൊക്കെ പറഞ്ഞു കുതിര ആരോ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, കുതിരയെ കാണാനില്ല, കുതിരയെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. യാഗം ദീക്ഷിച്ചു കഴിഞ്ഞാൽ അത് മുടങ്ങാൻ പാടില്ല. മുടങ്ങിയാൽ അതിന് കുറേ പരിണിത ഫലങ്ങളുണ്ട്, അതൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് പൂർത്തീകരിച്ചേ പറ്റൂ. അങ്ങനെ അംശുമാനെയും മറ്റു പുത്രന്മാരെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു. സാഗരൻ പറഞ്ഞു, യാഗം മുടങ്ങുന്ന അവസ്ഥയാണ്, അങ്ങനെ ആയാൽ അതിൻ്റെ പാപം നമുക്കൊരിക്കലും തീരില്ല, കുലത്തിന് പോലും അതുണ്ടാവും, എത്രയും പെട്ടെന്ന് കുതിരയെ കണ്ടുപിടിക്കണം. അപ്പം അംശുമാൻ കേട്ടിട്ട് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേ ഈ അഹങ്കാരികളായ 64,000 പേരുണ്ടല്ലോ, അവർ പറഞ്ഞത് ആരും ഒന്നിനും പോണ്ട, ഞങ്ങൾ തന്നെ ഇപ്പോൾ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പം തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അവർ ചാടി പുറപ്പെട്ടു. അങ്ങനെ ഇവർ പോയി. അവർ ഭൂമിയിൽ മൊത്തം നോക്കി, എന്നിട്ട് എവിടെയും കുതിരയെ കണ്ടില്ല. അവസാനം ഓരോരുത്തരായിട്ട് പോയിട്ട് ഏകദേശം 12 അടി വരെ കുഴിച്ചു നോക്കിയെന്നാണ് പറയുന്നത് എല്ലായിടത്തും. ഇവരുടെ കുഴിപ്പ് കാരണം വൃക്ഷങ്ങളും മുകളിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും വലിയ ശല്യമായി. പക്ഷെ അവർക്കൊന്നും ചെയ്യാമേ. ഒടുവിൽ അത്രയും കാണാഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെയില്ല. അപ്പൊ ഇനി പാതാളത്തിലാണ് ഇതുണ്ടാവാൻ സാധ്യത എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പാതാളത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഭൂമിയെ താങ്ങി നിർത്തുന്ന കുറെ ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിന്റെ സാങ്കത്യം നമുക്ക് വ്യക്തമാവുന്നില്ല. എന്നാലും അങ്ങനെ കുറച്ച് ഒരു 12 പേരുടെ പേര് ഭൂമിയെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് അവരാണ് എന്ന് പറയുന്നത്. ഭൂഗുരുത്വ ആകർഷണ ബലം, അല്ലെങ്കിൽ ഈ സൂര്യന്റെ ആകർഷണ ബലമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ 12 എണ്ണത്തിന് പറയാം. 12 സൂര്യൻ ഓരോ മാസത്തിൽ ഓരോ സൂര്യനാണ്. അതെ, 12 രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ 12 രാശികളാവാം ഈ പറയുന്ന താങ്ങി നിർത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കഥയിൽ അങ്ങനെ 12 പേര് പറയുമ്പോഴും അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ അവരെയൊക്കെ കണ്ടു. പക്ഷെ അവരെടുത്തെങ്കിലും കുതിരയില്ല. പിന്നെ അങ്ങനെ നടന്നു പാതാളത്തിൽ പോയപ്പോൾ ഈ പറഞ്ഞ ഗുഹ കണ്ടു. ഗുഹയ്ക്കുള്ളിൽ ഒരാളിരിക്കുന്നു, ധ്യാനത്തിലിരിക്കുന്നു. തൊട്ടടുത്തായിട്ട് കുതിരയെ കുറച്ച് മാറി കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ആ കള്ളൻ ഇവിടെ തന്നെ ഉണ്ട്, കള്ളൻ എന്താണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് ആക്രോശത്തോടെ കൂടി അങ്ങോട്ട് എല്ലാവരും കൂടെ ചെന്നു. അപ്പോൾ അവിടെ ഇരുന്ന ആളുടെ പേര് കപിലൻ എന്നാണ്. കപില വാസുദേവൻ. ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ അവതാരം തന്നെയാണ്. അദ്ദേഹം പാതാളത്തിൽ തപസ്സിലാണ്. അപ്പൊ അത് കപിലവാസുദേവനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. നമുക്ക് പിന്നീട് ഭാഗവത്തിന്റെ വിഷയം വരുമ്പോൾ പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ അദ്ദേഹം അവിടെ തപസ്സിലായിരുന്നു. ഇവരുടെ ഈ ബഹളമൊക്കെ കേട്ടു. ഓടിച്ചെന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ കണ്ണു തുറന്നപ്പോൾ കള്ളൻ ഞങ്ങളുടെ കുതിര കെട്ടുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ആക്രോശിച്ച് കണ്ടിട്ട് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ലക്ഷ്യം വന്നു. ഒന്ന് കണ്ണു തുറന്ന് നോക്കി, 64,000 പേരും ഒരു കൂര ചാമ്പലായി പോയി. ഒറ്റ നോട്ടത്തിൽ ഭസ്മമായി പോയതാണ്. ഒരു കൂര ചാമ്പല് മാത്രം അവിടെ കിടപ്പുണ്ട്. 64,000 പേരുടെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ കാണുന്നു. അങ്ങനെ ഒരു കൂനയായിട്ട് കുറച്ച് ചാമ്പലായി. അദ്ദേഹം വീണ്ടും തപസ് തുടങ്ങി. അങ്ങനെ രാജാവ് നോക്കിയപ്പോൾ
പുത്രന്മാരെയും കാണുന്നില്ല, കുതിരയും കാണുന്നില്ല. ഒരു അംശുമാൻ പറഞ്ഞു, അങ്ങ് വിഷമിക്കണ്ട, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഇങ്ങനെ അംശുമാൻ അന്വേഷിച്ചിറങ്ങി. ഭൂമിയിൽ കാണാഞ്ഞിട്ട് അദ്ദേഹം പാതാളത്തിലെത്തി. ഇവർ പോയ വഴി കൂടെ തന്നെ പോയി ഒടുവിൽ ഗുഹയുടെ മുന്നിലെത്തി. അദ്ദേഹം അകത്തേക്ക് നോക്കിയപ്പോൾ ഋഷി ധ്യാനത്തിലിരിക്കുന്നതാണ്. അദ്ദേഹം അവിടെ വളരെ ശ്രദ്ധയോടെ കുറച്ചു നേരം നിന്നു. എപ്പോഴെങ്കിലും അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് ഉണരുന്നത് വരെ അദ്ദേഹം കാത്തിരുന്നു എന്നാണ്. ഉണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സാഷ്ടാംഗം നമസ്കരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കുതിര അച്ഛൻ യാഗം നടത്തിയപ്പോൾ ദിഗ്വിജയത്തിന് പോയി കുതിരയാണ്. അപ്പോൾ പറഞ്ഞു, ഈ കുതിരയെ ഞാനല്ല കൊണ്ടുവന്നത്, ഇന്ദ്രൻ മോഷ്ടിച്ചിട്ട് ഇവിടെ കൊണ്ട് കെട്ടിയതാണ്. ഇതറിയാതെ വന്ന് നിന്റെ ജ്യേഷ്ഠന്മാർ ഇവിടെ വന്ന് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി എൻ്റെ നോട്ടത്തല്ലാണ്ട് കൂര ചാമ്പലായിട്ട് ഇവിടെ കിടക്കുന്നു. അദ്ദേഹത്തിന് വലിയ വിഷമമായി. എന്നാലും അദ്ദേഹം കുതിരയെ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി സ്വീകരിച്ചു. ഈ സമയത്ത് ദേവലോകത്തു നിന്ന് ഗരുഡൻ അവിടെ എത്തുന്നുണ്ട്. ഗരുഡനും ഇവരും തമ്മിലൊരു ബന്ധമുണ്ട്. സുമതി ഗരുഡൻ്റെ അമ്മയുടെ സഹോദരിയാണ്. അതിൻ്റെ കഥ കുറച്ച് വിശാലമായി വേറെ ഉണ്ട്. അത് നമുക്ക് അങ്ങനെ പോയാൽ ഇപ്പം ഒന്നും എത്തില്ല. ഇപ്പം എന്തായാലും ഗരുഡൻ അദ്ദേഹം അനന്തരവനായതുകൊണ്ട് ഗരുഡൻ പറഞ്ഞു, നീ ഇപ്പം മറ്റൊന്നും ചിന്തിക്കണ്ട, ഇവർക്ക് മോക്ഷം കൊടുക്കണം, പക്ഷേ ഇപ്പം അത് ചിന്തിക്കണ്ട, ഇപ്പം അശ്വമേധം നടക്കട്ടെ, കുതിരയുമായി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അംശുമാൻ കുതിരയുമായി സഗരൻ്റെ അടുത്ത് വന്നു. അശ്വമേധയാഗം പൂർത്തിയായി. അച്ഛനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ്, മക്കൾക്ക് ഗതിയില്ലാതെ ഇരിക്കുകയാണ്, അവരെ തർപ്പണം ചെയ്യാനുള്ള ജലം പോലും പാതാളത്തിലില്ല. ഗരുഡന്റെ നിർദ്ദേശം അനുസരിച്ച് അവരെ തർപ്പണം ചെയ്യണമെങ്കിൽ, അവരെ പാപത്തിൽ നിന്ന് മുക്തി വരുത്തണമെങ്കിൽ സാക്ഷാൽ ഗംഗയെ തന്നെ, സ്വർഗ്ലോകവാസിയായ ഗംഗയെ തന്നെ കൊണ്ടുവന്നെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, പാപമുക്തി അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ പരിശ്രമമാണ് സ്വർഗ്ഗവാസിയായ ഗംഗ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ സാഗരൻ തൻ്റെ ലോക രക്ഷയും രാജ്യഭാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെക്കൊണ്ടാവുന്ന ശ്രമിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അംശുമാനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് തപസ് ചെയ്യാനായിട്ട് പോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലത്തൊന്നും നടന്നില്ല. പിന്നീട് അംശുമാൻ രാജ്യഭാരം ഏറ്റെടുത്തു. അംശുമാനും രാജ്യകാര്യങ്ങളിൽ മുഴുകി ഒടുവിൽ വനവാസ കാലമായപ്പോഴാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനൊരു പുത്രനുണ്ട്. ആ പുത്രൻ്റെ പേരാണ് ഭഗീരഥൻ. ഭഗീരഥനെ അദ്ദേഹം രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ അച്ഛനും ശ്രമിച്ചിട്ട് പോലും ഈ സാഗരകുമാരന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മോക്ഷം കൊടുക്കാൻ പറ്റിയിട്ടില്ല, നീ അതിനു വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അംശുമാനും പോവാണ്. അംശുമാനും അവിടെ പോയി തപസ്സൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹവും മരിച്ചു പോവാണ്. ഭഗീരഥൻ പക്ഷേ തൻ്റെ രാജ്യഭാരം കഴിവുള്ള മന്ത്രിമാരെ ഏൽപ്പിച്ചു. യഥാവിധി ചെയ്തോളാൻ പറഞ്ഞേച്ച് അദ്ദേഹം ഗംഗാ ദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒറ്റ ശ്രമത്തിൽ അദ്ദേഹം തപസ് ചെയ്തു. അങ്ങനെ വളരെ കാലം ബ്രഹ്മാവിനെ തപസ് ചെയ്തു. തപസ്സിന് ഫലമുണ്ടായി. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഭഗീരഥനോട് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം പോലെ ഗംഗാദേവി ഇവിടെ ഭൂമിയിലേക്ക് വരും. പക്ഷേ ഭൂമിക്ക് ഗംഗാദേവിയെ താങ്ങുവാനുള്ള കഴിവില്ല. അതിനെ താങ്ങണമെങ്കിൽ മഹാദേവൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അങ്ങ് മഹാദേവനെ പോയി പ്രസാദിപ്പിച്ചായിരുന്നു. അപ്പോൾ ഒരു തപസ്, എത്രയോ കാലം തപസ് കഴിഞ്ഞ് ബ്രഹ്മാവിനെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ മഹാദേവന്റെ പ്രസാദം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഗംഗാദേവിയെ വരുത്താനുള്ള കാര്യം ചെയ്യാമെന്ന് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹാദേവനെ തപസ് ചെയ്തു. മഹാദേവനെ എത്രയോ കാലം തപസ് ചെയ്ത് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. കാര്യം ഉണർത്തിച്ചു. ഇങ്ങനെ എൻ്റെ മുത്തച്ഛന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ട് അങ്ങയുടെ അനുഗ്രഹം വേണം. അങ്ങയിലൂടെ മാത്രമേ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ സമ്മതിച്ചു, ഞാൻ താങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ കൈലാസപർവ്വതത്തിൻ്റെ താഴെ അദ്ദേഹം ഇരിപ്പുറപ്പിച്ചു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഗംഗ അവിടുന്ന് താഴേക്ക് പതിക്കാനായിട്ടിരുന്നു. താൻ ഭൂമിയിലേക്ക് വരുന്നത് നിസാരമായിട്ടാവരുതെന്ന് ഗംഗയ്ക്ക് തോന്നുകയും വലിയ വർഷപാതത്തോടുകൂടി, ഭീമമായ ഗർജനത്തോടുകൂടി, സാധാരണയുള്ളതിൻ്റെ 10 ഇരട്ടി ശക്തിയോടെ പതിക്കാൻ വരും. കാരണം പറ്റുമെങ്കിൽ മഹാദേവനെ കൂടെ ഒന്ന് ചുഴറ്റിയടിച്ച് ദൂരെ കൊണ്ട് കളയണം എന്നുള്ള ഒരു ചിന്ത ഗംഗാദേവിക്ക് ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ ഇത് മനസ്സിൽ കണ്ട മഹാദേവൻ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ പാഠം പഠിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ശൂലം ഊന്നിക്കൊണ്ടിരുന്നു. ജടയിലേക്ക് വന്ന് ജട അഴിച്ച് അതിലേക്ക് വന്ന് പതിച്ച ഗംഗയെ തൻ്റെ ജട കൊണ്ട് ചുറ്റി നിർത്തി. ഒരു ഇഴയുടെ ഇടയിൽ കൂടെ പോലും ഗംഗാദേവിക്ക് പുറത്തു പോകാൻ പറ്റാതെ അതിൻ്റെ ഉള്ളിൽ വീർപ്പ് മുട്ടിപ്പോയെന്ന് പറയാം. അങ്ങനെ താഴേക്ക് വന്ന ഗംഗാദേവിയെ കാണാനില്ല. എവിടെ പോയെന്നറിയാൻ അവസ്ഥയായി.
വിഷമമായത് ആർക്കാണ്? ഭഗീരഥനാണ്. കഷ്ടപ്പാടെല്ലാം വെറുതെ ആയി. ഒടുവിൽ വീണ്ടും മഹാദേവന് തന്നെ ശരണം പ്രാപിച്ചു, സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞു വിഷമിക്കണ്ട, എന്തെന്ന് ചെയ്യാം. അങ്ങനെ തൻ്റെ ജടയുടെ ഒരല്പഭാഗം ഒന്ന് അയച്ച് അതിലൂടെ തുള്ളിയായിട്ട് താഴേക്ക് ഗംഗാദേവി വീണു. അങ്ങനെ ഒരു ബിന്ദു സരസ് എന്ന് പറയുന്ന ഒരു സരസ് ഉണ്ടായി. എന്താണ് പേര്? ആ സരസിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടായി. അത് നിറഞ്ഞു. അതിൽ നിന്നും 7 വഴികളായിട്ട് ഗംഗാദേവി ഒഴുകിയെന്ന് പറയും. ഗംഗാ നദിയായിട്ട് ഒഴുകി. അതിൽ 3 എണ്ണം കിഴക്കോട്ടും 4 എണ്ണം പടിഞ്ഞാറോട്ടും ഒഴുകിയെന്ന് പറയും. അതിൽ 7ാമത്തതാണ് ഭഗീരഥി എന്ന പേരിൽ നമ്മളിപ്പോൾ കാണുന്ന ഗംഗ. ഈ ഗംഗയ്ക്ക് അളകനന്ദ എന്നൊരു പേരുണ്ട്. കുറച്ച് ഭാഗത്ത് അളകനന്ദ എന്ന് പറയുന്നത്. സ്വർഗത്തിൽ അതിന്റെ പേരെന്തായിരുന്നു? മന്ദാകിനി. ഓ, ഓർമ്മയുണ്ടാവണം. അപ്പൊ ഈ ഭഗീരഥി എന്ന പേര്, ഭഗീരഥി എന്ന പേര് വരുന്നത് ഭഗീരഥൻ കൊണ്ടുവന്നതുകൊണ്ട് അത് പിന്നെ രണ്ടാമത്. അപ്പൊ എന്തായാലും ഈ 7ാമത്തത് കൈവഴി ഭഗീരഥനോട് പറഞ്ഞു, അങ്ങ് തേര് തെളിച്ച് പൊക്കോളൂ, അങ്ങയുടെ പിറകെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭഗീരഥന്റെ മുന്നിൽ കൂടെ ഈ പുറകിലൂടെ ഈ നദി ഒഴുകുകയാണ്. ഇങ്ങനെ ഭൂമിയിലൂടെ വളരെ ഒതുക്കത്തിലും അതിൻ്റെ പ്രഭയോട് വീതിയോടും കൂടിയും വളരെ ചുറ്റിയും പിണഞ്ഞുമൊക്കെ ഈ ഗംഗ ഒഴുകി പാതാളത്തിൽ എത്തിച്ചേർന്നു. ഈ കപിലൻ്റെ ആശ്രമത്തിൽ ഈ ഗുഹയിലെത്തി ഈ പാതാളത്തിലെ ഈ ചാരകുമാരത്തിലൂടെ ഒഴുകി സമുദ്രത്തിൽ എത്തിച്ചേരുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ സാഗരകുമാരന്മാർക്ക് മോക്ഷം കിട്ടി. അന്ന് മുതൽ ഈ പറയുന്ന നദിക്ക് ഭഗീരഥന്റെ പ്രയത്നം കൊണ്ട് വന്നതുകൊണ്ട് ഭാഗീരഥി എന്നൊരു പേര് ഗംഗയ്ക്ക് കിട്ടിയെന്നാണ്. ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഗംഗ ഭൂമിയിലേക്ക് എത്തിയതെന്ന് കഥ പറഞ്ഞ് വിശ്വാമിത്രൻ നിർത്തുകയാണ്. അപ്പോൾ രാമന്റെ പൂർവികനായിരുന്നു ഭഗീരഥൻ. അപ്പോൾ രാമൻ ഈ കഥയൊക്കെ കേട്ട് വളരെ സന്തോഷമായി. എത്ര ഉജ്ജ്വലമായ കഥ. അപ്പം ഇപ്പോഴും നമ്മൾ ചില പ്രവർത്തികൾ വളരെ വളരെ പ്രശ്നമുള്ള പ്രവൃത്തികൾക്ക് ഭഗീരഥ പ്രയത്നം എന്ന് പറയാറുണ്ട്. കാരണം ഭഗീരഥൻ അത്രയും വിഷമിച്ച് അത്രയും കഷ്ടപ്പെട്ട് തൻ്റെ ജീവിതം മുഴുവൻ അതിനു വേണ്ടി ശ്രമിച്ചിട്ടാണ്. ബ്രഹ്മാവിനോട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വംശം നിലനിർത്തുകയും വേണം, ഈ സാഗരകുമാരന്മാരെ മോക്ഷത്തിലേക്ക് എത്തിക്കുകയും വേണം. അങ്ങനെ അങ്ങയുടെ വംശം നിലനിൽക്കും, എന്നും നിലനിൽക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് കഥ പറയുന്നു. അവർ ഗംഗാ നദി കടന്നിട്ട് അക്കരെ എത്തുന്നു. അക്കരെ എത്തി ഘോരമായ വനം, ചെറിയ വനമല്ല, വളരെ ഘോരമായ വനം. അപ്പോൾ സൂര്യന്റെ പ്രകാശം പോലും താഴേക്ക് പതിച്ചാൽ കാണാൻ പറ്റാത്ത അത്ര നിബിഡമാണ് വനം. മറ്റ് ശബ്ദങ്ങളോ ഒന്നുമില്ല. അപ്പോൾ രാമൻ ചോദിക്കുന്നു, ഇത് ഏതാണ് സ്ഥലം എന്ന് ചോദിക്കുന്നു. ഈ സ്ഥലത്ത് എന്താണ് ഇത്രയും ഭീകരമായ അന്തരീക്ഷം വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നു. പൊതുവെ ശാന്തമായി ഇരിക്കേണ്ട സ്ഥലമാണല്ലോ, മനുഷ്യവാസമില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ മനുഷ്യവാസമില്ലാത്ത വനങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഋഷിമാരൊക്കെ തപസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ആരും തപസ്സില്ല. പൂക്കളൊന്നുമില്ല, ഇങ്ങനെ ഫല സമൃദ്ധികളൊന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ഇത് താടക എന്ന് പറയുന്ന മഹാരാക്ഷസിയുടെ സ്ഥലമാണ്. അവരിങ്ങനെ ഈ സ്ഥലത്താണ് വസിക്കുന്നത്. ഇതിലേക്കൂടെ ആര് പോയാലും അവരുടെ ഭക്ഷണമാവും. അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം മനുഷ്യമാംസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്കൂടെ ആരും സഞ്ചരിക്കാറില്ല. അപ്പോൾ എങ്ങനെയാണിത് അങ്ങനെ ആയതെന്ന് ചോദിക്കുമ്പോൾ, പണ്ട് ആരുഷം എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു. വളരെ ഫലവത്തായ ഒരു രാജ്യമൊക്കെ ആയിരുന്നു അത്. പക്ഷേ പിന്നീട് ഈ താടക എന്ന് പറയുന്ന നിശാചരി അവിടെ വന്ന് താമസമായതിനു ശേഷം ഇവിടെ നിബിഡമായ വനമാവുകയും ആളുകൾ അങ്ങോട്ട് പോകാതിരിക്കുകയും ചെയ്തു. സമീപത്തുള്ള ആളുകൾ എപ്പോഴെങ്കിലും അറിയാതെ അവിടെ വന്നു പോയാൽ അവരുടെ കാര്യം തടക തീർത്തുകളെ. അങ്ങനെയാണ്. അപ്പോൾ ഇവരെ കൊണ്ട് ആർക്കും സഹിക്കാൻ വയ്യാതെ ഇരിക്കുകയാണ്. ഈ തടകയെക്കുറിച്ച്, തടക ഒരു യക്ഷനെയാണ് വിവാഹം കഴിച്ചതെന്നൊക്കെ പറയുമ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട്, ഈ താടക എങ്ങനെയാണ് ഇത്ര ഘോരമായ രാക്ഷസിയാവുന്നത്? പൊതുവെ യക്ഷന്മാരത്ര ഘോരന്മാരല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, താടക മുമ്പ് ഒരു യക്ഷ കന്യകയായിരുന്നു. അക്കാലത്ത് അഗസ്ത്യൻ അദ്ദേഹം ഇവർ വിവാഹം കഴിച്ചു. ഒരു പുത്രനുണ്ടായി, 2 പുത്രൻ. അതിലൊന്നാണ് മാരീചൻ. രാവണനുമായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ട്. കൈകസി എന്ന് പറയുന്നത് രാവണന്റെ അമ്മയാണ്. അമ്മയുടെ അമ്മയാണ് ഈ താടകം. അപ്പോൾ രാവണന്റെ അമ്മാവനാണ് ഈ മാരീചൻ. അതൊക്കെ രാമായണത്തിൽ വിശദമായി പിന്നീട് പറയുന്ന വിഷയമാണ്. അപ്പോൾ ഈ താടക ഈ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവരുടെ മക്കളായ മാരീചനും സുബാഹും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ താടക അവര്
യക്ഷനെ വിവാഹം കഴിച്ച കഴിഞ്ഞപ്പോൾ അവർ ഇത്രയും വലിയ ക്രൂരതയും സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു സാധാരണക്കാരി പോലെ ജീവിച്ചിരുന്നത്. പക്ഷേ ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് ഇവർ ഈ അഗസ്ത്യന്റെ ആശ്രമത്തിൽ ചെന്ന് ചില ദോഷങ്ങളൊക്കെ കാണിച്ചു. അഗസ്ത്യന്റെ ശാപം കൊണ്ടാണ് ഇവർ ഈ ക്രൂരയായ രാക്ഷസിയായി മാറിയത്. അങ്ങനെ എന്തായാലും വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു, അങ്ങയുടെ പ്രധാന ദൗത്യം ഈ രാക്ഷസിയെ കൊല്ലലാണ്. അപ്പൊ അങ്ങേക്ക് സ്ത്രീകളെ കൊല്ലുക എന്നുള്ളത് പഴയ കാലത്തെ എങ്ങനെയുണ്ട്, സ്ത്രീകളെ വധിക്കുന്നത് പാപത്തിന് തുല്യമാണെന്നൊരു സംഭവം. അപ്പോൾ സ്ത്രീകളെ കൊല്ലുക എന്നുള്ളത് അങ്ങേക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട. അങ്ങനെ അധർമ്മികളായ സ്ത്രീകളെ വധിക്കുന്ന പാരമ്പര്യം നമുക്ക് പണ്ടേ ഉണ്ട്. നാരായണൻ ഭൃഗുവിൻ്റെ അമ്മയെ ചക്രം ഉപയോഗിച്ചിട്ട് കൊന്നിട്ടുണ്ട്. ചന്ദ്രഹാസം എടുത്തിട്ട് ഇന്ദ്രനെതിരെ വന്നപ്പോൾ വിഷ്ണു ഭൃഗുവിൻ്റെ അമ്മയെ കൊന്നിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ ഇങ്ങനെ ഒരു സ്ത്രീയെ കൊല്ലേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ അധർമ്മത്തിനെതിരെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ രാമൻ പറയുന്നു, അങ്ങ് എന്താണോ പറയുന്നത് അതനുസരിക്കാനാണ് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കാട്ടിലേക്ക് അങ്ങയുടെ കൂടൊപ്പം വിടുമ്പോൾ അങ്ങ് എന്താണോ പറയുന്നത് അത് അനുസരിച്ചോളാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങ് തടയെ കൊല്ലാൻ പറഞ്ഞാൽ ഞാൻ കൊല്ലുക എന്നുള്ളതാണ്. അതിനകത്ത് വേറെ എനിക്ക് എതിരഭിപ്രായങ്ങളോ ധർമ്മങ്ങളോ ഒന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ